ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ സ്റ്റോറി അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റോറി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് സെക്ഷനിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഹൈലൈറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ പോയി നോക്കിയാൽ നമ്മുടെ പ്രൊഫൈലിൽ താഴെയായിട്ട് ഇതുപോലെ ഒരു ഇത് കാണാൻ പറ്റും. അപ്പം ഇതാണ് ഈ ഒരു ഹൈലൈറ്റ് സെക്ഷൻ. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്ക് സ്റ്റോറി എങ്ങനെ ഹൈലൈറ്റ്സിലോട്ട് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളൊരു സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യുവർ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെയായിട്ട് നമുക്ക് ഹൈലൈറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഹൈലൈറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനൊരു പേജിൽ എത്തുന്നതായിരിക്കും. ഇപ്പം ഇവിടെ ടൈറ്റിൽ കൊടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഹൈലൈറ്റ്സിൻ്റെ ടൈറ്റിൽ എന്താണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കാവുന്നതാണ്. പിന്നെ കവർ ഫോട്ടോ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് കവർ ഫോട്ടോ മാറ്റാവുന്നതാണ്. ഇപ്പോൾ കവർ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റോറി തന്നെ കവർ ഫോട്ടോ ആയിട്ടും വെക്കാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ സേവ് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ്സിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇവിടെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്രൊഫൈൽ പേര് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെ നമുക്ക് ഈ ഒരു പുതിയ ഹൈലൈറ്റ് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു സ്റ്റോറി ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി ഹൈലൈറ്റ്സിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.